ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് SSCയുടെ പ്രധാനപ്പെട്ട എക്സാംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്, SSC പഠിച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗം, അല്ലെങ്കിൽ SSCയുടെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉപയോഗം, ഏതൊക്കെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ എക്സാമിന് അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് പല കുട്ടികൾക്കുള്ളൊരു സംശയമാണ്. അപ്പോൾ നമുക്ക് നോക്കാം മെയിനായിട്ട് വരുന്ന എക്സാംസ് ഏതൊക്കെയാണ് SSCയുടെ. ഒന്ന് SSC CGL. SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്. ദെൻ SSC CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ. ഈ രണ്ട് എക്സാംസ് ആയിരിക്കും മിക്ക കുട്ടികൾക്കും അറിയാവുന്ന രണ്ട് എക്സാംസ് ആയിരിക്കും ഇത്. ഈ രണ്ടെണ്ണമാണ്. ഇത് മാത്രമല്ല, ഈ രണ്ടെണ്ണമാണ് എന്ന് പലരും വിചാരിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, മെയിൻ എക്സാംസ് ഉണ്ട്, ഒരുപാട് എക്സാംസ് SSCയുടെ അണ്ടറിൽ വരുന്നുണ്ട്. അതിൽ രണ്ടെണ്ണമാണ് പല കുട്ടികളും മെയിനായിട്ട് പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല, SSC പഠിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരുപാട് SSCയുടെ തന്നെ ഒരുപാട് എക്സാംസ് ഉണ്ട്. നമുക്ക് നോക്കാം. SSC CGL, SSC CHSL. ദെൻ വരുന്നത് MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ എക്സാം ആണ്. SSC MTS വരുന്നത്. പിന്നെ നമുക്ക് GD കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടിയുടെ വരുന്നുണ്ട്. SSC സ്റ്റെനോഗ്രാഫർ വരുന്നുണ്ട്, ഗ്രേഡ് C ആൻഡ് D. ദെൻ SSC JE ജൂനിയർ എഞ്ചിനീയറിൻ്റെ വരുന്നുണ്ട് എക്സാം. പിന്നെ വരുന്നത് SSC CPO ഒക്കെ പലർക്കും SSCയുടെ ആണ് എന്നൊരു ധാരണ പോലും ഇല്ലാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് SSC CPO സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയും എക്സാംസ്, മേജർ എക്സാംസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് നമുക്ക് നോക്കാം, നമുക്ക് വരുന്ന സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഓരോ സെഷനും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും നമുക്ക് എത്രത്തോളമാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, നമ്പർ സിസ്റ്റംസ്, പെർസെൻറ്റേജ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാവുന്നതാണെങ്കിൽ പോലും ഒരു സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടെയും പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ ആൻഡ് പോർഷൻ, ജോമെട്രി, മെൻസ്ട്രേഷൻ, ട്രിഗ്നോമെട്രി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഇതിനകത്ത് നോക്കുക, ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഒക്കെ ഒന്നുകൂടെയും ഒന്ന് തറവാക്കുക. നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ച ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഒക്കെ ഒന്നുകൂടി, ട്രിഗ്നോമെട്രി ഒക്കെ കുറച്ചുകൂടി ഒന്നുകൂടി ഒന്ന് പൊടി തട്ടി എടുക്കണം. ആൻഡ് ഈ സ്ക്വയർ, ക്യൂബ്, എല്ലാത്തിനെയും സ്ക്വയർ, ക്യൂബ് ഒക്കെ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നതാണ്. അങ്ങനത്തെ ഷോർട്ട് കട്ട് കുറച്ചുകൂടി, അവിടെ ഏറ്റവും സമയമാണ് നമുക്കറിയാം, ഇത്ര സമയമുള്ളൂ. ഇപ്പോഴത്തെ ഒരു ടൈം ലിമിറ്റ് വെച്ച് 15 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടിയും എളുപ്പമാണ്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നല്ല, എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ആൻഡ് ഈ കാൽക്കുലേഷൻ സ്പീഡ് ഇനിയും നമുക്ക് സമയമുണ്ട്. നമ്മളൊരു ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെയാണ് എക്സാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിനുള്ളിലാണെങ്കിലും കാൽക്കുലേഷൻ സ്പീഡ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നത് റീസണിങ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ് വരുന്നത്. കോഡിങ്, ഡിക്കോഡിങ്, ദെൻ ബ്ലഡ് റിലേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് മിറർ, വാട്ടർ ഇമേജസ് ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് പാറ്റേൺ അറിയാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതാണ്. ആൻഡ് ഇത് നമുക്ക് കൂടുതൽ കുട്ടികൾക്കും ഒരു സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനും കൂടെയാണ്, അല്ലെങ്കിൽ ഒരു ഏരിയയും കൂടെയാണ്. ആൻഡ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ മിറർ ഇമേജസ് ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക, എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു അത്രയും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മെയിനായിട്ട് റീഡിങ് കോംപ്രിഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, പാരജിമ്പിൾസ്. ദെൻ ഗ്രാമർ വരുമ്പോഴത്തേക്ക് നമുക്ക് നൗണ്, ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻ, അതുപോലെ അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വേർബ്, കൺജങ്ഷൻ, ഇതൊക്കെ വരുന്നുണ്ട്. സബ്ജക്ട് വെർബ് എഗ്രിമെൻ്റ് ഒക്കെ വരുന്നുണ്ട്. ടെൻസ്, കണ്ടീഷൻ, ക്ലോസസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് വൊക്കാബുലറി നമുക്ക് 5 ടോപ്പിക്സ് ആണ് വരുന്നത്. സിനോണിംസ്, ആന്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. ദെൻ മിസ്പെൽഡ് വേർഡ്സും ഇഡിയംസ് ആൻഡ് ഫ്രേസസും ആണ് വൊക്കാബുലറി ബേസ് ചെയ്ത് വരുന്നത്. ആൻഡ് ഡെയിലി, ഞങ്ങളുടെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ് എങ്കിലും ഇംഗ്ലീഷിൽ എന്തെങ്കിലും വായിക്കുക. ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണമെന്നേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് 15 മിനിറ്റ്സ് എങ്കിലും അത് ഓൾറെഡി വായിച്ചു തുടങ്ങേണ്ടതാണ്. പക്ഷേ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് 15 മിനിറ്റ്സ് ഡെയിലി എന്തെങ്കിലും വായിക്കാം. ഇപ്പം നിങ്ങളുടെ പഴയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും ഓക്കെയാണ്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ആർട്ടിക്കിൾസ് ഒക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാം. ഒരുപാട് ഗുണങ്ങൾ അത് വെച്ച് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ റീഡിങ് സ്പീഡ് കൂടും, അതുപോലെ തന്നെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യും, അതൊക്കെ നമ്മുടെ ഐ സ്പാൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ പല ടോപ്പിക്സിനും അത് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ മെയിനായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ തന്നെ വായിക്കാൻ നോക്കുക. അതാകുമ്പോഴത്തേക്ക് നമുക്ക് പല ഇംഗ്ലീഷിന് മാത്രമല്ല, നമുക്കിപ്പോൾ കറണ്ട് അഫയേഴ്സിനും ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്തെങ്കിലും 15 മിനിറ്റ്സ് വായിക്കാൻ ശ്രദ്ധിക്കാം. ആൻഡ് ഈ പറയുന്ന പോലെ വൊക്കാബുലറി വേർഡ്സ് ഒക്കെ മാക്സിമം യൂസ് ചെയ്ത്, അതുപോലെ ഇഡിയംസ്, ഇതൊക്കെ കുറച്ചുകൂടെയും ഒന്ന് മെമ്മറൈസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. ഇഡിയംസ്, ഫ്രേസസ് ഒക്കെ നമുക്ക് വൊക്കാബുലറി അത്യാവശ്യം ചോദിച്ച് വരുന്നുണ്ട്. ദെൻ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത്. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, ബേസിക് സയൻസ്, സ്ട്രാറ്റജിയൊക്കെയാണ് കൂടുതൽ വരുന്നത്. ആൻഡ്
നല്ല നല്ല സ്റ്റാൻഡേർഡ് ബുക്സ്, അതുപോലെ ന്യൂസ് പേപ്പർ, അതാണ് ഞാൻ നേരത്തെ പറയുന്നത്, ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഇംഗ്ലീഷിലും കൂടെ ആകുമ്പോൾ നമ്മൾ ഈ മറ്റേ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ രണ്ട് കാര്യങ്ങൾ ഒറ്റയടിക്കങ്ങ് നടന്നു പോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. ആൻഡ് ഈ പറയുന്ന ഡെയിലി കറണ്ട് അഫെയർസ്, എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എജുബിയിൽ ഇപ്പോൾ പുതിയ സെഷൻ എല്ലാ ദിവസവും കറണ്ട് അഫെയർസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എജുബിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് അത് പഠിച്ചു പോകുന്നേ ഉള്ളൂ. സോ മാക്സിമം എത്രത്തോളം പഠിക്കാൻ പറ്റുന്നു അത്രത്തോളം പഠിച്ചും പോവുക ഈ കൂടെ തന്നെ. ദെൻ നമുക്ക് പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, പിന്നത്തെ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോപ്പിക് വൈസ് ടെസ്റ്റ്, മാക്സിമം ടെസ്റ്റ്. നമ്മൾ വൺസ് ടോപ്പിക് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ, ടോപ്പിക്ക് ബേസ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ എത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ടോപ്പിക്ക് നമുക്ക് ബേസ് ഉണ്ട്, എത്രത്തോളം നമ്മൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പം ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിലും എല്ലാം നമ്മൾ കുറേ റൂൾസ് ഒക്കെ പഠിക്കുന്നുണ്ട്, ആ റൂളിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പല രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ക്വസ്റ്റ്യനുമായിട്ട് നമ്മളൊന്ന് ഫെമിലിയർ ആകുക. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ, അങ്ങനെ ആരും ചെയ്യാതെ പോകത്തില്ല, പക്ഷേ എന്നാലും ഞാൻ പറയാണ്, ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് പോയി ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എക്സാമിന് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇതെന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്നോ രണ്ടോ ഒന്നും അല്ല, ഇഷ്ടംപോലെ എത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നു അത്രയും ചെയ്തു പോവുക. ആൻഡ് സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ആൻഡ് അതുപോലെ തന്നെ ഇത് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കറിയാം ഒരു 1-2 ടെസ്റ്റൊക്കെ കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് നിങ്ങളൊന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പുറകോട്ട് നിൽക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാവും അല്ലേ. അത് തന്നെ ഫോക്കസ് ചെയ്യാം. ഇത് ഡെയിലി നിങ്ങൾ പോകുക. നിങ്ങളൊരു വീക്കിൽ തന്നെ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യുക. വീക്കിൽ തന്നെ ഒരു ടൈം ടേബിൾ, ഓരോ ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കും, അല്ലെങ്കിൽ ഇന്ന ഇത്ര ടോപ്പിക്സ് നോക്കും, ആൻഡ് ഇത്ര ടെസ്റ്റുകൾ എടുക്കും. ഇപ്പോൾ റീഡിങ് കോമ്പ്രിഹെൻഷൻ ആണെങ്കിൽ ഇന്ന ദിവസം ഞാൻ ഇത്ര പാസേജ് ചെയ്യും, അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് 40 പാസേജ് ചെയ്യും. അങ്ങനെ ഒരു ടൈം വെച്ച് തന്നെ ചെയ്ത് പോകുക. നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് നിങ്ങൾ തന്നെ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ചില കുട്ടികൾ ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ചിലപ്പം ഇപ്പോൾ ഈ വൊക്കാബുലറി ആയിരിക്കും പാടുള്ളത്, പക്ഷെ നിങ്ങൾക്ക് അത് എളുപ്പമാണ്. ഇപ്പം ഫ്രണ്ട് വൊക്കാബുലറി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യണമെന്നില്ല, ചെയ്യണം, പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടിയും എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റ് ഏതാണോ അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ആൻഡ് ഒപ്പം തന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഈ വരുന്ന ജൂൺ 8-ാം തീയതി SSCയുടെ പുതിയ ബാച്ച് ട്രിവാൻഡ്രത്ത് തമ്പാനൂർ ആരംഭിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 50 കുട്ടികൾക്ക്, രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ 50 കുട്ടികൾക്ക് 1 മാസത്തേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഈ കോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാകരുത്. 50 പേർക്ക് ഈ ഒരു ഓഫറുണ്ട്. അപ്പോൾ നിങ്ങളായിരിക്കാം ആ ഒരു 50-ൽ ഒരാൾ വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ഒരു ഓഫർ നിങ്ങൾ സ്വന്തമാക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.